ഹലോ, വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. ടോപ്പിക്ക് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ. FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് FTP, അത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് FTP എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റ് വഴി ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ? FTP ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഫയൽസ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ ഓൺ ദി ഇൻ്റർനെറ്റ്. FTP എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു പ്രോട്ടോക്കോളാണ്. ഇനി FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണ്? അങ്ങനെ സെക്യൂർഡായിട്ട് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ establishes a connection with a remote server and is used to transfer files from our computer to the server computer. അപ്പോൾ ഇതാണ് FTP. 2 മാർക്സിനൊക്കെ ചോദിച്ച് കാണാറുണ്ട് എന്താണ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്നൊക്കെ. ഇനി നമുക്ക് സെക്യൂർഡായിട്ട് നമ്മളുടെ ഫയൽസൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു റിമോട്ട് സെർവറായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യുന്നത്, ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ FTP സെർവറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഡൊമൈൻ നെയിമും കൂടി സെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അയക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഒരു പ്ലെയിൻ ടെക്സ്റ്റ് പോലെ ആയതുകൊണ്ട് അധികം സെക്യൂർഡ് ആയിരിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ SSH FTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നത്, FTP സെർവറായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ഫയൽസൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യണത്. അങ്ങനെ SSH FTP, അതായത് SFTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത് മൂലം നമ്മളുടെ ഫയൽസ് ട്രാൻസ്മിഷനൊക്കെ സെക്യൂർഡായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ മെയിൻലി യൂസ് ചെയ്യുന്നത്. സെക്യൂർഡായിട്ട് നമ്മളുടെ ഫയൽസിനെ 2 കമ്പ്യൂട്ടർ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഫ്രീ ഹോസ്റ്റിംഗ് ആണ്. നമ്മൾ ഹോസ്റ്റിംഗ് എന്താണെന്ന് പഠിച്ചതാണ് അല്ലേ. നമ്മളൊരു സെർവറിൽ നമ്മളുടെ വെബ് പേജസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്പേസ് മേടിക്കുന്നതിനെയാണ് നമ്മൾ ഹോസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ പഠിച്ചു. ഇനി ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അങ്ങനെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് സെർവറിൽ ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ എമൗണ്ടുകളൊക്കെ വരുന്നുണ്ട്, നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പോൾ ഷെയർഡ് ഹോസ്റ്റിംഗ് ആണെങ്കിൽ ഒരു കുഞ്ഞൊരു എമൗണ്ട് വരും. ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അതുപോലെ കുറച്ച് പ്രൈവറ്റ് സെർവർ ആണെങ്കിലും അവിടെ കുറച്ച് എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമാണ്. ചില വെബ്സൈറ്റുകൾ നമുക്ക് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പറ്റും, നമുക്കവിടെ എമൗണ്ട്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയാം. ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡ്സ് വെബ് ഹോസ്റ്റിംഗ് സർവീസസ് ഫ്രീ ഓഫ് ചാർജസ്. അതായത് നമുക്ക് ഒട്ടും തന്നെ ചാർജസ് ഇല്ലാതെ നമ്മളുടെ വെബ്സൈറ്റിനെ നമുക്കവിടെ വെബ് സെർവറിൽ സ്റ്റോർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അങ്ങനെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടാണ് നമുക്ക് തരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും ആ ലിമിറ്റേഷൻസ്? നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന ഫയൽസ് അധികം സൈസൊന്നും ഉണ്ടാവരുത്. അതായത് ഒരു ലിമിറ്റഡ് സൈസ് ഉള്ള അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് MB സൈസ് വരുന്ന വെബ്സൈറ്റുകളെ മാത്രമേ അല്ലെങ്കിൽ ഫയൽസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ ഈ ഓഡിയോ വീഡിയോ ഫയൽസൊക്കെ ചിലപ്പോൾ എന്താണ് നമുക്ക് അത്തരം കണ്ടൻസുകളൊക്കെ വരുന്ന ചില വെബ്സൈറ്റുകൾ നമുക്കവിടെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റായിക ഉണ്ടാവും. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. പിന്നെ ഫ്രീ ഹോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കിട്ടാനായിട്ട് നമുക്കൊരു ഡൊമൈൻ നെയിം വേണം അല്ലേ. അപ്പോൾ ഫ്രീ ഹോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഡൊമൈൻ അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഡൊമൈൻ നെയിം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിൽ നമുക്കവിടെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക്. നെക്സ്റ്റാണ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം, CMS എന്ന് പറയും. അതായത് CMS എന്ന് പറയുന്നത് ഒരു വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെയാണ് നമ്മൾ CMS എന്ന് പറയുക. അതായത് നമ്മളുടെ വെബ്സൈറ്റിനെ അട്രാക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്യുക, മാനേജ് ചെയ്യുക, അതിനൊക്കെയുള്ളൊരു ഈസി വേ നമുക്ക് തുറന്ന് കാട്ടുന്ന അല്ലെങ്കിൽ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് CMS. നമുക്ക് നമ്മളുടേതായിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ഡിസൈൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് CMSൽ നിന്ന് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് അതിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് വേണ്ടുന്ന മാറ്റങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെയാണ് നമ്മൾ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് CMS എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ. റെസ്പോൺസീവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് നമ്മളൊരു ഡെസ്ക് ടോപ്പിൽ, ഒരു ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലോ ഓപ്പൺ ചെയ്യുകയാണ്. അതൊരു ഡെസ്ക് ടോപ്പ് വ്യൂ ആയിരിക്കും അല്ലേ. ആ ഒരു വെബ്സൈറ്റിനെ നമുക്ക് മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ടാബിൽ, അതുപോലെ പല സ്ക്രീൻ സൈസ് വരുന്ന ഡിവൈസസിലൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം. അതിനെയാണ് നമ്മൾ റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ നോക്കാം. റെസ്പോൺസീവ് വെബ് ഡിസൈൻ ഈസ് ദ കസ്റ്റം ഓഫ് ബിൽഡിംഗ് എ വെബ്സൈറ്റ് സ്യൂട്ടബിൾ ടു വർക്ക് ഓൺ എവറി ഡിവൈസ് ആൻഡ് എവറി സ്ക്രീൻ സൈസ്, നോ മാറ്റർ ഹൗ ലാർജ് ഓർ സ്മോൾ മൊബൈൽ ഫോൺ ഓർ ഡെസ്ക്ടോപ്പ് ഓർ ടെലിവിഷൻ. അതായത് മൊബൈൽ ഫോണോ ഡെസ്ക്ടോപ്പോ ടെലിവിഷനോ വലിയ സ്ക്രീനോ ചെറിയ സ്ക്രീനോ ആയിക്കോട്ടെ, ഏത് സ്ക്രീൻ സൈസിൽ വരുന്ന ഏതൊരു ഡിവൈസിലും നമ്മളുടെ വെബ്സൈറ്റ് സ്യൂട്ടബിളായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ബിൽഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മളുടെ 7th ചാപ്റ്റർ വെബ് ഹോസ്റ്റിംഗ് ഇവിടെ കഴിഞ്ഞു. ചെറിയ ചാപ്റ്ററാണ്. വെബ് ഹോസ്റ്റിംഗ് എന്താണ്, അതുപോലെ ടൈപ്സ് എന്താണ്, FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ CMS, ഇത്രയും കാര്യങ്ങൾ ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല, എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എന്നാൽ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്.